നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാം. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കേരളത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 2000-ലധികം ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിന് പുറത്തുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 2000-ലധികം ഓപ്പർച്യൂണിറ്റീസ്, 2000-ലധികം ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ മുന്നിൽ എത്ര വലിയ അവസരങ്ങളാണ് നിങ്ങൾ മിസ്സാക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങളില്ല, വലിയ എക്സാംസുകൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചുകൊണ്ട് 2000-ലധികം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ 2000-ലധികം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് സെക്ടറിലെ ടെക്നിക്കൽ പോസ്റ്റിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പോസ്റ്റുകളിലല്ല, അതായത് LDC പോലുള്ള അങ്ങനെയുള്ള പോസ്റ്റുകളല്ല നമ്മൾ പറയുന്നത്. ടെക്നിക്കൽ പോസ്റ്റുകളിൽ മാത്രം 2000-ലധികം ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി നമ്മൾ 2025 എന്ന് പറയുന്ന സമയത്തും കഴിഞ്ഞ ഒരു സ്പാൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം എക്സാമിൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സാം എഴുതുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സോടിൽ വരെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ KSEB സബ് എഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ 665 ആളുകൾക്ക് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ 243 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ 36 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ 56 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. RRB ജൂനിയർ എഞ്ചിനീയറിൽ 500-ലധികം, 500 എന്ന് പറയുമ്പോൾ 500 അല്ല കേട്ടോ, ഞാനിപ്പോൾ ചെന്നൈ സോൺ എടുക്കുകയാണെങ്കിൽ 500 നിങ്ങൾ മറ്റു സോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ SSC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 400+ പോസ്റ്റുകളിൽ. അപ്പോൾ ഇതിനോടകം തന്നെ 2000-ലധികം ആളുകൾക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 900, 1400, 1800 ഇവിടെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. അത് കൂടാണ്ട് ഒട്ടനേകം മറ്റ് എക്സാംസുകളുണ്ട് അല്ലേ. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, അതേപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിലുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ ഉണ്ട്. അങ്ങനെ ഒട്ടനേകം എക്സാംസുകൾ ഇത് കൂടാതെ ഉണ്ട്. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട എക്സാംസുകൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, അതൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈവൻ ദോ അതുകൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2000-ലധികം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കഴിഞ്ഞ വർഷങ്ങളിൽ ജോലി ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അവസരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷെ അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആവേണ്ടത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് മാറ്റുക. അതായത് എക്സാമിന്റെ വേക്കൻസിയെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കാതിരിക്കുക. ഉദാഹരണത്തിന് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 36 അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുകയാണോ? നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ പ്രിപ്പറേഷനായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളെ സബ് എഞ്ചിനീയർ ആക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളെ RRB ജൂനിയർ എഞ്ചിനീയർ ആക്കുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒട്ടനേകം പരീക്ഷകളിൽ അത് നിങ്ങളെ മുൻപന്തിയിൽ എത്തിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രിക്കൽ എക്സാംസിന്റെ PSCയുടെ ജേണിയെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒട്ടനേകം എക്സാംസുകളിൽ ഏറ്റവും മികച്ച റാങ്ക്, ഏതെങ്കിലും ഒരു എക്സാമിൽ ഒരു റാങ്ക് അല്ല, എല്ലാ എക്സാംസുകളിലും മികച്ച റാങ്ക് നേടിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഒരുപക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് 1, 2, 3, 4 അഡ്വൈസുകളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ജോലി വേണമെന്നുള്ളത് അല്ലേ. ആ ഒരു അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. നിങ്ങൾ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കേണ്ട. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ എന്നുള്ളതാണ്. അതായത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് പഠിക്കാമെന്ന് വിചാരിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്ക് വിചാരിക്കും ഇപ്പോഴേ എന്തിനാ പഠിക്കുന്നത്, സബ് എഞ്ചിനീയർ ഒക്കെ വരട്ടെ എന്നുള്ളത്. സബ് എഞ്ചിനീയർ ഒക്കെ ഉടനെ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 2026 ഇതിന്റെ 2026 KSEB സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. അതിനു മുൻപായിട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ നമ്മൾ സബ് എഞ്ചിനീയറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എയിൻ്റെ കാര്യത്തിലാണെങ്കിലോ എയിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു AE എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 വർഷം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള 2 വർഷമാണ്. അത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും നേടിയെടുക്കാൻ സാധിക്കുക. നിങ്ങളുടെ അവസരം നിങ്ങൾ തീരുമാനിക്കണം, നേടിയെടുക്കണോ അതല്ല വിട്ട് കളയണോ എന്നുള്ളത്. സോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയോടൊപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ.